ഇന്ന് നമ്മൾ ഒരു ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഗോൾഡിലാണ് എൻട്രി നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാർക്കറ്റ് നല്ല ബുള്ളിഷ് പോയി. അറൗണ്ട് ഒരു 3500 ഒക്കെ 3500 ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അറൗണ്ട് 94 വരെ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു എൻട്രി ഒരു ഡേ ട്രേഡ് എന്ന രീതിയിൽ ഞാൻ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി പോവാണ്. അതിന് റീസൺ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, റീസൺ നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ സൈഡ് പോയി, ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു, പിന്നെ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസും ഈ ഒരു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് വലിയ രീതിക്ക് ബൈ ഇവിടെ കാണില്ല. ക്യാൻഡിൽസിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഓൾറെഡി സെൽ ട്രെൻഡാണ് മാർക്കറ്റിലുള്ളത്. നമുക്കൊരു 1 അവർ നോക്കിയാലും 4 അവറിലടക്കം ഒരു സെൽ ട്രെൻഡാണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻട്രി എടുക്കാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റിജക്ഷൻ കിട്ടി. ഓക്കെ, ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യും, സെല്ല് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാനിവിടെ എൻട്രി എടുക്കാണ്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ടാർഗറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻട്രി എടുക്കാം. ഓക്കെ, എൻട്രി എടുക്കുകയാണ്. സോ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് ലെവൽ, നമുക്ക് ഒരു ഹൈ ലെവൽ, ഓക്കെ, സിങ് ട്രേഡ് പോലെ. സിങ് ട്രേഡ് അത്ര ദിവസം ഹോൾഡ് ചെയ്തില്ല എങ്കിലും നമുക്കൊരു 1-2 ദിവസം ഹോൾഡ് ചെയ്താലും പ്രശ്നമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഞാൻ ഒരു എൻട്രി എടുക്കുകയാണ്. സോ എൻ്റെ ടാർഗറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ലെവലും ബ്രേക്ക് ചെയ്തിട്ട് ഈ ലെവൽ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, 2087. ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് ലെവൽ വെക്കുന്നത്. ഓക്കെ, സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ ഞാൻ 50 മിനിറ്റിലോട്ട് പോയിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇത്രയുള്ള നമ്മൾ ട്രേഡ്സ് വരുന്നത്. സോ ഇവിടെ ഞാൻ എൻട്രി എടുക്കാണ്ട് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 33.50 സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ടാർഗറ്റ് ലെവൽ 32.82 വരുന്നുണ്ട്. ഓക്കെ, എൻട്രി 38. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ അനലൈസിങ് വരുന്നത്. ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു സെൽ ട്രെൻഡാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറൗണ്ട് 32-20 മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് എൻട്രി ആണ്, നമുക്ക് നോക്കി കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ലെവലിൽ ഒരു റിജക്ഷൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ TP കാണുന്നത്. ഓക്കെ, കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും എൻ്റെ എൻട്രി SL-ലോട്ട് വെക്കാം. അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ 1:1 എബോവ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി റണ്ണിങ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എൻട്രിയിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഈ ലെവൽ പ്രോഫിറ്റിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് കയറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ലോസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്താ, ഇപ്പോൾ 1:1 ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ട്രേഡിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, മാറ്റിയിട്ട് ഈ ലെവലോട്ട് ഞാൻ വെക്കും. ഓക്കെ, ഈ ലെവലോട്ട് ഞാൻ അതിൻ്റെ എൻട്രി മാറ്റി വെക്കും. എന്നിട്ട് ബാക്കി ട്രേഡ് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്ര റിസ്ക് വരുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത TP വരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് തന്നെ ആയിരിക്കും. ഈ ലെവൽ വരെയൊക്കെ ഒരാളുടെ ചാൻസ് എന്തായാലും ഉണ്ട്. അത് നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അത് അത്രയും മിനിറ്റ് എടുക്കുന്നതുകൊണ്ടാണ്, നമുക്ക് അത്രയും ലോങ് ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഫുള്ളായിട്ട് എടുക്കാതെ കാണിച്ചത്. അത്രയും ലെങ്ത്തോ വീഡിയോ അത്രയും ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെക്കോർഡ് ഫുള്ളായിട്ട് ചെയ്യാത്തത്. സോ ട്രേഡ് നോക്കി കാണാനായിട്ട് പറ്റും, പെർഫെക്റ്റ് ആണ്. സോ ഇപ്പോൾ അറൗണ്ട് 33-19 മാർക്കറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
സോ ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ട്രേഡ്സും അനലൈസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചാനലുണ്ട്, നിങ്ങൾക്ക് എന്ത് എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. താഴത്ത് വാട്സപ്പ് നമ്പർ ഉണ്ട്, ടെലിഗ്രാം നമ്പർ എല്ലാം കാരണം താഴത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫീസോ കാരണമൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത TP വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു 50 മിനിറ്റ് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, 11 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ എൻട്രി എന്താണ് നമ്മൾ SL എൻട്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി ഇത് ഹോൾഡ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ഫോം ആവുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് എക്സിറ്റ് ആവാം. പക്ഷേ എൻ്റെ ഒരു വ്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ട്രേഡൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ലെവൽ ഒന്നെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലാത്ത പക്ഷേ നമ്മൾ ഈ ഒരു 50 മിനിറ്റിൽ നോക്കിയിട്ട് ഈ ലെവലൊക്കെ SL വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് SL ഇട്ടാലും ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു 1:1 അടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ SL എൻട്രിയിൽ പോയി ഹിറ്റ് ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ 38 എൻട്രി എടുത്തിട്ട് അറൗണ്ട് 14 രൂപ വന്നു. ഓക്കെ, അറൗണ്ട് ഒരു 250 പിപ്പ് നമുക്ക് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 0.01 എടുത്താൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ 0.15 ട്രേഡ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഓക്കെ, വേണമെങ്കിൽ പ്രോഫിറ്റ് സ്ക്രീനിൽ കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് വെറുതെ നമ്മൾ കാണിക്കേണ്ട വെച്ചിട്ടാണ്. എന്തായാലും വേണമെങ്കിൽ സ്ക്രീനിൽ ലോഡ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രിയിൽ SL ഇട്ടാവോ അല്ലെങ്കിൽ നമുക്ക് TP ഇട്ടാവോ നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നില്ല എങ്കിലും ഞാൻ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ നോക്കുക.
ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അറൗണ്ട് 81 വരെ വന്ന മാർക്കറ്റ്. ഓക്കെ, കറക്റ്റ് എൻട്രി. നമ്മൾ കുറച്ച് ലോങ് രീതിയിൽ എടുത്ത എൻട്രി ആണെങ്കിലും വിത്തിൻ മിനിറ്റ്സ് ദ മാർക്കറ്റ് നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാനുള്ള റീസൺസും കാണാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്കിത് ക്ലോസ് ചെയ്തേക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ എത്രയും ഈ ട്രേഡ് TP അടിക്കുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചിറങ്ങിയപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ട്, എൻ്റെ SL ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുക, അത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡ്, നല്ല നല്ല ട്രേഡ്സ് അത് കാണിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ VIP അനലൈസ്, അതായത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അനലൈസും കാണാനൊക്കെ മാർക്കറ്റിൻ്റെ ഇതുപോലൊരു സ്ട്രക്ചർ ആണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് ഫ്രീ ആണ്. പെയ്ഡ് ക്ലാസ്സുകളോ പെയ്ഡുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താഴത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.